തമ്പനയിൽ കണ്ടല്ലേ വന്നത്. അതിൽ കാണും പോലെ തന്നെ വീട്ടിൽ പട്ടമുണ്ടാക്കി വിറ്റ് 10 കാശുണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് സ്വാഗതം. 10 വർഷത്തിലേറെയായി ഞാൻ പാലക്കാട് ടൗണിലാണ് സ്ഥിരതാമസം. മഴയില്ലാത്ത ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ വൈകിട്ട് വെയിലാറി കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയുണ്ട്. വീട്ടിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം കൂടി ടെറസിന്റെ മുകളിൽ കയറി പട്ടം പറത്താൻ തുടങ്ങും. ഈ മാസങ്ങളിൽ കിഴക്കൻ ചുരമിറങ്ങി പാലക്കാടിന്റെ സമതലങ്ങളിലേക്ക് ഒരു വരണ്ട തണുത്ത കാറ്റുണ്ട്. പട്ടങ്ങൾ ഇങ്ങനെ ആ കിഴക്കൻ കാറ്റിൽ ഗ്ലൈഡ് ചെയ്ത് ഉയരങ്ങളിലേക്ക് തിന്നുന്ന കാഴ്ച. ഇവിടെ പറത്തുന്നതെല്ലാം സെൽഫ് മെയ്ഡ് പട്ടങ്ങളാണ്. ചിലർ മാത്രം ഓൺലൈനിൽ പട്ടം വരുത്തും. ഹോം മെയ്ഡ് പട്ടങ്ങളെക്കാൾ പ്രൊഫഷണൽ പട്ടങ്ങൾ മികച്ചു നിൽക്കുന്നതാണ് അനുഭവം. കൂടുതൽ ഉയരം, വേഗത, നിയന്ത്രിക്കാൻ എളുപ്പം, അങ്ങനെ പ്രൊഫഷണൽ പട്ടങ്ങൾക്ക് ഗുണങ്ങളേറെയുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരു പട്ടം വേണമെന്ന് വാശി പിടിച്ചാൽ അത് സംഘടിപ്പിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ആദ്യം ഒരു പട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും. അട്ടത്തു നിന്ന് മലയാള മനോരമ എടുത്ത് ഈർക്കിൽ കോർത്ത് പശ തേച്ച് തുന്നാനുള്ള നൂലും കെട്ടിയാൽ പട്ടം തയ്യാർ. അല്പം കൂടി അഡ്വാൻസ്ഡ് പട്ടം വേണമെന്നുള്ളവർ കടയിൽ പോയി ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള ഫാൻസി കടലാസ് വാങ്ങുമെന്ന് മാത്രം. ഈ ഹോം മെയ്ഡ് പട്ടങ്ങളുടെ പറക്കൽ ക്ഷമത പക്ഷേ ദയനീയമായിരിക്കും. നിലത്തു നിന്ന് പൊന്താൻ തന്നെ നല്ലപോലെ അധ്വാനിക്കണം. പൊങ്ങിയാലോ അതിന് തോന്നിയിടത്തേക്കൊക്കെ പോകും. അല്പം കഴിഞ്ഞ് പട്ടം നൂൽ പൊട്ടി ഏതെങ്കിലും മരത്തിൻ്റെ കൊക്കിലിരിക്കും. പട്ടമുണ്ടാക്കാൻ വിരുതുള്ള ചിലരുണ്ട്, ഇല്ലെന്നല്ല, അതൊരു ന്യൂനപക്ഷമാണ്. ഹോം മെയ്ഡ് പട്ടം പാളിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഒരു പട്ടം വാങ്ങി നൽകൽ മാത്രമാണ്. എവിടെ നിന്ന് വാങ്ങും? പലവട്ടം ഗിഫ്റ്റ് ഷോപ്പുകളിലും സ്റ്റേഷനറി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കയറി ഇറങ്ങിയാൽ അവിടെ ഏതെങ്കിലും മൂലയിൽ ദയനീയാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പട്ടം കിട്ടിയെന്ന് വരും. 300 മുതൽ 600 രൂപ വരെ പോക്കാവും. നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ ആവശ്യക്കാരുണ്ടായിട്ടും പട്ടം പറത്താവുന്ന 450 കിലോമീറ്റർ കടൽ തീരവും അതിനൊത്ത മലമ്പ്രദേശങ്ങളും കാറ്റ് തങ്ങിയാടുന്ന സമതലങ്ങളും ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് പട്ടം മാർക്കറ്റ് ചെയ്യാത്തത്? മികച്ച രീതിയിൽ കസ്റ്റമർ അവയർനെസ് നൽകി അത് വിൽക്കാൻ ശ്രമിക്കാത്തത് എന്താണ് കേരളത്തിന് ഒരു കേക്കൈറ്റ് ഇല്ലാത്തത്? ജപ്പാനിലെ ക്യോട്ടോയിൽ യൂണിവേഴ്സിറ്റി അനക്സിൽ 2 വർഷത്തെ കോഴ്സാണ് പട്ടം നിർമ്മാണം. ഇത് കുട്ടികളിയല്ലെന്നർത്ഥം. ഇനി ഒന്നുകൂടിയുണ്ട്. വർഷം $300 മില്യൺ ആഗോള വിപണിയാണ് പട്ടം. അതായത് 2400 കോടി രൂപ. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ചൈന, സ്കോട്ട്ലൻഡ്, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് പട്ടം പറത്തലിലെ കേമന്മാർ. ഇന്ത്യയുടെ ഷെയർ മാത്രം 10% വരും. 250-300 കോടി രൂപയുടെ പട്ടം വർഷം വിൽക്കുന്നുണ്ട് രാജ്യം. ഇതിലേറിയ പങ്കും വാങ്ങുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, ഗോവ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളാണ്. ഗുജറാത്താണ് ഇന്ത്യയിലെ പട്ടം നിർമ്മാണ തലസ്ഥാനം. ഓക്കെ, ഇൻട്രോ കഴിഞ്ഞു. ഇനി പട്ടം വിറ്റ് 4 കാശുണ്ടാക്കാനുള്ള കാര്യത്തിലേക്ക് വരാം. പട്ടമുണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് പ്ലാൻ തയ്യാറാക്കലാണ് ആദ്യഘട്ടം. അതിന് 3 ലെയറുകളുണ്ട്. ഓരോന്നായി പറയാം. മാർക്കറ്റ് സർവേ ആൻഡ് ഇനീഷ്യൽ മാർക്കറ്റ് അക്വിസിഷൻ, അഥവാ കടക്കാരുടെ കൈയും കാലും പിടിച്ച് 10 പട്ടത്തിൻ്റെ ഓർഡർ നേടൽ. ഒഴിവുള്ളൊരു ദിവസം വൈകിട്ട് ഒരു 4-4:30 ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പമ്പിലെത്തി 150 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക. നേരെ ടൗണിലേക്ക് വച്ചടിക്കുക. പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഗിഫ്റ്റ് ഷോപ്പുകൾ, ഓഫീസ് ആക്സസറി വിൽക്കുന്ന കടകൾ, ടോയ് ഷോപ്പുകൾ, ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ കയറാവുന്ന സകല കടകളും കയറി ഇറങ്ങി സ്വയം പരിചയപ്പെടുത്തി കാര്യം പറയുക. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ വീട്ടിലൊരു പട്ട നിർമ്മാണ യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. ഭാര്യയും ഞാനും പിള്ളേരും അമ്മായിയമ്മയും കൂടിയാണ് നിർമ്മാണം. ബെസ്റ്റ് ക്വാളിറ്റി പട്ടമാണ്. ചേട്ടന് ഞാൻ MRPയുടെ 20% പ്രോഫിറ്റ് തരാം. ഒരു 10 എണ്ണം കടയിൽ വെക്കണം. പിന്നെ ഞാനൊരു വെനീർ ബോർഡും തരാം. എലൈറ്റ് ഡിസൈനർ പട്ടങ്ങൾ ഇവിടെ ലഭിക്കുമെന്നുള്ള ബോർഡ്. അത് ചേട്ടൻ കടയുടെ മുന്നിലൊന്ന് തൂക്കണം. 6 മാസത്തെ സ്റ്റോക്ക് പീരീഡ്. ചേട്ടൻ വിൽപ്പനയ്ക്കനുസരിച്ച് കാശ് തന്നാൽ മതി. ഒറ്റ പൈസ മുൻകൂർ തരണ്ട. 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും വിറ്റില്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കടയിലെ സ്ഥലം മെനക്കെടുത്തില്ല. എടുത്തുകൊണ്ട് പൊക്കോളാം. ചേട്ടൻ ഏറ്റവും ഇല്ലയോ എന്ന് പറ. എങ്ങനെ? വിൻ വിൻ സിറ്റുവേഷനാണ്. ഒരുമാതിരിപ്പെട്ട കടക്കാർക്കെല്ലാം ഇത് സമ്മതമായിരിക്കും. 10 പട്ടം വയ്ക്കാൻ എന്ത് സ്ഥലം വേണം? പിന്നൊരു ബോർഡ് മാത്രമേ ശല്യമായി തോന്നൂ. അതൊരു വശത്ത് അങ്ങനെ ഇരുന്നോളും. പട്ടം വിൽക്കുന്നതിനനുസരിച്ച് കാശ് കൊടുത്താൽ മതി. 300 രൂപ മുതൽ 600 രൂപ വരെയുള്ള പട്ടം സെറ്റ് ഒന്നിന് 20% മാർജിൻ. അതിനേക്കാൾ സൂപ്പറാണ്. അന്നൊരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കയറിയ 50 കടകളിൽ 10 പേരെങ്കിലും പറയും, 10 എണ്ണം വെക്കി നോക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു ബ്രാൻഡ് ജനിക്കുന്നത്. അവിടെ കച്ചവടക്കാരൻ്റെ കാര്യം ഓക്കെ. ഇനി പട്ടം ഉണ്ടാക്കാൻ മെനക്കെടുന്ന ചേട്ടൻ്റെ കാര്യം കൂടി നോക്കാം. പട്ടം ഉണ്ടാക്കാനുള്ള ചെലവ്, സാമഗ്രികൾ, മനുഷ്യാധ്വാനം, ഇവയൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകളും പിന്നാലെ പറയാം. അതവിടെ നിൽക്കട്ടെ. 1/2 ഡസൻ പട്ടങ്ങളുള്ള 400 രൂപ MRP ഇടാവുന്നൊരു സെറ്റിന് ചേട്ടൻ എങ്ങനെ കണക്കാക്കിയാലും ചിലവ് 70 രൂപയിൽ താഴെ മാത്രമാണ്. എക്സ്ട്രാ നൂല് കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ 85 രൂപ. ഒരു പട്ടം സെറ്റിൻ്റെ MRPയിൽ എങ്ങനെ കൂട്ടിക്കഴിച്ചാലും 500% പ്രോഫിറ്റ്. കടക്കാരന് കൊടുക്കുന്ന ഓഫർ മോശമല്ലെന്നർത്ഥം. ഒരു കാര്യം ശ്രദ്ധിക്കണം. പട്ടം ലൂസ് നൽകരുതെന്ന് കടക്കാരനോട് പ്രത്യേകം നിർദ്ദേശിക്കണം. സെറ്റായി മാത്രം. ഈ വിറ്റിട്ട് കാശ് മതി എന്ന ഓഫർ ഒരു ഇനീഷ്യൽ അക്വിസിഷൻ തന്ത്രമാണ്. മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പോട്ട് ബില്ലിംഗ് തുടങ്ങിക്കോളൂ. അതുവരെ കുറച്ച് ക്ഷമ വേണം. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് കുടുംബങ്ങളെത്തുന്ന ബീച്ചോ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെ കനത്ത തോതിലായിരിക്കണം ക്യാമ്പയിനിങ്. പെട്രോൾ ചെലവ് കണക്കാക്കേണ്ട. ബിസിനസ് ബന്ധങ്ങൾ ആയുഷ്കാലത്തേക്കുള്ളതാണ്. ടീം ബിൽഡിംഗ്, അഥവാ പട്ടം ഉണ്ടാക്കാൻ ആളെക്കൂട്ടൽ.
അങ്ങനെ മാർക്കറ്റിൽ നിന്നും 20 ഓർഡറുകൾ, അതായത് 200 പട്ടം സെറ്റുകൾക്കുള്ള ഓർഡർ പൂർത്തിയായാൽ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. കുടുംബത്തിൽ അത്യാവശ്യം കരകൗശല പരിപാടികളും കൈത്തഴക്കവുമുള്ള ആളായിരിക്കണം പട്ടം നിർമ്മാണത്തിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൈകാര്യം ചെയ്യുന്നതും നിർമ്മാണം സൂപ്പർവൈസ് ചെയ്യുന്നതും. മിക്കവാറും അത് നിങ്ങളുടെ ഭാര്യയോ സഹോദരിയോ കുട്ടികളിൽ ആരെങ്കിലുമോ ആയിരിക്കും. അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടായിരിക്കുക എന്നതൊരു ഭാഗ്യമാണ്. അവർ തന്നെയായിരിക്കണം ക്വാളിറ്റി അനലൈസറും. ഇന്റർനെറ്റിൽ നിന്നും പട്ടം ഡിസൈനുകൾ ശേഖരിക്കുകയാണ് ആദ്യ ജോലി. ജാപ്പനീസ് സൈറ്റുകൾ പൊളിയാണ്. ചിലതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജപ്പാനിലെ നാര പെർഫെക്ചറിൽ രൂപം കൊണ്ട ടാക്കോ എന്നൊരു പട്ടം നിർമ്മാണ ടെക്നിക് ഉണ്ട്, പൊളിക്കും. പിന്നെ കൊയ്നാബൂരി എന്നൊരു സങ്കേതമുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ഡയമണ്ട് കൈറ്റുകൾ, ഗുജറാത്തി മച്ചാർ പതങ്ക്, ബ്രസീലിയൻ പിപ്പ കൈറ്റുകൾ, ചൈനീസ് ഡ്രാഗൺ കൈറ്റുകൾ, ബർമുഡ കൈറ്റുകൾ, ഗ്രീസിലെ ക്ലീൻ മണ്ടേസ് കൈറ്റുകൾ. അങ്ങനെ അനന്തമായ സാധ്യതകളുണ്ട് ഇന്റർനെറ്റിൽ. യൂട്യൂബിലും പലവിധ ആപ്പുകളിലുമായി അനവധി റിസോഴ്സുകൾ. പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ 2 ആഴ്ച മതി. നിങ്ങൾ ആദ്യത്തെ ജാപ്പനീസ് ടാക്കോ കൈറ്റ് ഉണ്ടാക്കിയിരിക്കും. കുടുംബത്തിലെ റിസർച്ച് ആൻഡ് ഡിസൈൻ ഹെഡിന് ആവശ്യമായ ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ ടീം അംഗങ്ങളെ, അതായത് കുടുംബത്തിലെ മറ്റുള്ളവരെ ഇത് പഠിപ്പിച്ചെടുക്കുന്നതും നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും പങ്കിട്ട് കൊടുക്കലുമാണ് അടുത്ത നടപടി. കട്ടർമാർ, ഫിറ്റർമാർ, ഫിനിഷർമാർ, അങ്ങനെ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പട്ടം നിർമ്മാണ ആർമി റെഡി. ലോകത്തിലെ ഏത് ഡിസൈനും ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം. മലയാളിക്ക് എന്തും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. പ്രൊഡക്ഷൻ മെറ്റീരിയൽസ് അത് തന്നെയാണ് മുഖ്യം. പലതരം പട്ടങ്ങളുണ്ട്. ഡിസൈൻ എത്രമാത്രം വലുതും കോംപ്ലക്സിറ്റി ഉള്ളതുമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് ആമസോണിൽ ലഭ്യമായ പട്ടങ്ങൾ നോക്കാം. അതിൽ 90% പട്ടങ്ങളുടെയും സെയിൽ നിർമ്മിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു പേപ്പർ, നൈലോൺ തുണി, ഹാൻഡ് പെയിന്റഡ് സിൽക്ക്, പ്രിന്റഡ് പോളിയസ്റ്റർ, ബാംബു ക്ലോത്ത് എന്നിവയാണ്. കൊമേഴ്സ്യൽ പട്ടങ്ങൾക്ക് സിൽക്കും പ്രിന്റഡ് പോളിയസ്റ്ററും മതി. അപ്പോൾ നമുക്കും കേരള ബ്രാൻഡ് പട്ടത്തിന്റെ സെയിൽ അതിൽ തന്നെ മതിയാകും. സംഭവത്തിൽ വിദഗ്ധരായ ശേഷം മറ്റ് സാമഗ്രികളും പരീക്ഷിക്കാം. പട്ടത്തിന് മറ്റ് ആക്സസറികളുമുണ്ട്. പട്ടത്തിന്റെ ആംഗിളും എയറോഡൈനാമിക്സും തീരുമാനിക്കുന്നതും സെയിലിനെ കൃത്യം ദിശയിൽ നിർത്തുന്നതും ബ്രിഡിൽ എന്ന ഈ ഭാഗമാണ്. 5 തരം മെറ്റീരിയൽസ് ആണ് ബ്രിഡിലിന് ഉപയോഗിക്കുന്നത്. മുള, റിപ്സ്റ്റോപ്പ് നൈലോൺ, പ്ലാസ്റ്റിക് ഫിലിം, കാർബൺ ഫൈബർ ട്യൂബ്, കാർബൺ ഫൈബർ റോഡ് എന്നിവ. ഇതിൽ അവസാനം പറഞ്ഞ 2 എണ്ണത്തിന് ചിലവൽപ്പം കൂടും. ഡിസൈനിൽ സങ്കീർണതയുള്ള പട്ടങ്ങൾക്ക് ഇനത്തിനനുസരിച്ച് ക്ലെവർ ഹിഞ്ചുകൾ, ലാച്ചസ് എന്നിവ പിടിപ്പിക്കും. മടക്കി കൂട്ടി ഒരു കുഴലിലാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണിത്. പിന്നെ പട്ടത്തിന്റെ വാലിന്റെ അലങ്കാര ഭംഗിക്ക് സ്പിന്നറുകൾ, പിൻ സ്റ്റോക്കുകൾ, കറങ്ങുന്ന വിൻഡ് സോക്സുകൾ, LED ലൈറ്റുകൾ, അങ്ങനെ പലതുമുണ്ട്. അടുത്തതായി പട്ടം നൂലാണ്. അതിശയകരമായ കാര്യം, പട്ടമുണ്ടാക്കുന്നതിൽ ഏറ്റവും ചിലവേറിയ അസംസ്കൃത വസ്തു അതിന്റെ നൂലാണ്. വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ് നൂലിന് ഗ്രേഡ്. ശരാശരി 30 km/hനും 45 km/hനും ഇടയിൽ കാറ്റ് വീശുന്ന കേരളത്തിൽ 900 പൗണ്ട് വരെ താങ്ങുന്ന 1.6 mm SK79 നൂലാണ് ആവശ്യം. 900 പൗണ്ട് എന്ന് കേട്ട് അതിശയിക്കേണ്ട. ഇത് കാറ്റ് പട്ടത്തിൽ ചെലുത്തുന്ന മർദ്ദത്തിന്റെ കണക്കാണ്. അതായത് ഏകദേശം 400 ഡെക്കാന്യൂട്ടൺ. അതിശക്തമായ കാറ്റ് വീശുന്ന ബീച്ചുകളിലും മലമ്പ്രദേശങ്ങളിലും 1.8 mm SK79 നൂൽ ഉപയോഗിക്കണം. മെറ്റീരിയൽസിന്റെ ഇൻട്രോ കഴിഞ്ഞു. ഇനി കുറച്ച് ഡീപ്പായ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. 300 രൂപ, 500 രൂപ വില വരുന്ന 1/2 ഡസൻ വീതമുള്ള 2 പട്ടം സെറ്റുകളുടെ പ്രൊഡക്ഷനിലെ സ്പ്ലിറ്റപ്പ് കോസ്റ്റ് ഒന്ന് നോക്കാം. 300 രൂപ MRP ഇടാവുന്ന 6 പട്ടങ്ങളുള്ള ഈ നോൺ ഫോൾഡിംഗ് പട്ടം സെറ്റിലെ ഒരു പട്ടത്തിന്റെ വിലയാണ് കണക്ക് കൂട്ടി നോക്കുന്നത്. പട്ടത്തിന്റെ സെയിലിന്റെ വിസ്തീർണം 1 മുതൽ 2 സ്ക്വയർ ഫീറ്റ് വരെയാകാം. ദി ബിഗർ ദി ബെറ്റർ എന്നതാണ് കൈറ്റ് ഇൻഡസ്ട്രിയിലെ ആപ്തവാക്യം. വലിയ പട്ടങ്ങൾ ദീർഘദൂരം ക്ലൈംബ് ചെയ്യും, സ്റ്റേബിൾ എയറോഡൈനാമിക്സ് ഉണ്ടാകും, നിയന്ത്രിക്കാൻ എളുപ്പമാണ്. പ്രിന്റഡ് പോളിയസ്റ്റർ തുണിയാണ് ഈ പട്ടത്തിന് ഉപയോഗിക്കുക. ഒരു സ്ക്വയർ ഫീറ്റ് തുണി കോയമ്പത്തൂരിൽ നിന്നോ ഇന്ത്യ മാർട്ടിൽ നിന്നോ ഹോൾസെയിലായി വാങ്ങുകയാണെങ്കിൽ മീറ്ററിന് 30 രൂപ നിരക്കിൽ സ്ക്വയർ ഫീറ്റിന് 4 രൂപ. 1 മീറ്റർ നൈലോൺ റോഡിന് 1 രൂപ. SK79 1.6 mm നൂല് 20 മീറ്ററിന് 3 രൂപ. പിന്നെ അല്പം പശ കൂടി മതി. അതിന് ജർമ്മൻ PVA ഗ്ലൂ ഉപയോഗിക്കുക. പശയുടെ ക്വാളിറ്റി പട്ടം നിർമ്മാണത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആകെ ഒരു പട്ടത്തിന്റെ ചിലവ് 8 രൂപ. 6 പട്ടങ്ങൾക്ക് ചിലവ് 48 രൂപ. ഇത് തുടക്കത്തിലുള്ള കോസ്റ്റാണ്, അതും ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ളത്. നിർമ്മാണം മുറുകുമ്പോൾ മെറ്റീരിയൽസ് ഇതിലും ചീപ്പായി ലഭിക്കും. വിൽപ്പനക്കാരന് 20% മാർജിൻ നൽകിയാലും 6 എണ്ണത്തിന്റെ ഒരു പട്ടം സെറ്റിൽ 200 രൂപ വരെ പ്രോഫിറ്റ്. മുടക്ക് മുതലിന്റെ 5 ഇരട്ടി. മോഡറേറ്റ് എക്സ്പെർട്ടായ ഒരാൾക്ക് ഒരു പട്ടം നിർമ്മിക്കാൻ എടുക്കുന്ന സമയം 10 മുതൽ 20 മിനിറ്റ് വരെ. ഒരു ക്വാളിറ്റി വർക്കർക്ക് ആവശ്യം 5 മിനിറ്റ്. ഒരപേക്ഷയുണ്ട്, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഒരുപാടങ്ങ് ചീപ്പാക്കരുത്. കസ്റ്റമറാണെല്ലാം. അവനെ ചതിച്ച ഒരു പ്രസ്ഥാനവും ഗതി പിടിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, 300 രൂപയിൽ തുടങ്ങി 500 രൂപ വരെയുള്ള പട്ടം സെറ്റുകൾ ഉണ്ടാക്കാനും ഏതാണ്ട് ഇതേ ചിലവേ വരൂ. വലിയ വ്യത്യാസം വരില്ല. അതായത് വലിപ്പം കൂട്ടി കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന ഒരു കോസ്റ്റ് അൽഗോരിതം പട്ടങ്ങളുടെ കാര്യത്തിലുണ്ട്. അതായത് 600 രൂപയുടെ പട്ടം 2 മുതൽ 3 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പത്തിൽ നോൺ ഫോൾഡിംഗ് ആക്കി ഉണ്ടാക്കിയാലും മുകളിൽ പറഞ്ഞ കോസ്റ്റ് അൽഗോരിതം പ്രകാരം 60 രൂപ മുതൽ 80 രൂപ വരെ ചിലവ് വരൂ. 500% പ്രോഫിറ്റ് അവിടെ ഉറപ്പാക്കാം. ഇനി 800 രൂപയ്ക്ക് മുകളിൽ പോകുന്ന ഒരു ഡിസൈനർ പ്രീമിയം ഫോൾഡിംഗ് പട്ടത്തിന്റെ കാര്യമെടുക്കാം. വലിപ്പം 6 സ്ക്വയർ ഫീറ്റ് മുതൽ 8 സ്ക്വയർ ഫീറ്റ് വരെ. ഇത് 6 എണ്ണത്തിന്റെ സെറ്റല്ല, ഒരൊറ്റ കിടിലം പട്ടമാണ്. ഇതിന് ലാച്ചസുകളും ഹിഞ്ചസുകളും വേണം. സ്റ്റോർ ചെയ്യാനുള്ള സിലിണ്ടറിക്കൽ കണ്ടെയ്നർ വേണം. നമ്മുടെ ഷട്ടിൽ കോക്ക് ഇട്ട് വയ്ക്കുന്ന മാതിരിയുള്ള സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. ഇത് ബ്രാൻഡ് പ്രിന്റ് ചെയ്ത് കോയമ്പത്തൂരിൽ ലഭിക്കും. ഇത്തരം സ്ഥാപനങ്ങളുടെ വെബ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കാര്യം ഓർക്കണം, അല്പം സങ്കീർണമായ ഫോൾഡിംഗ് ടൈപ്പുകളിലേക്ക് കടക്കുന്നതിനാവശ്യമായ എക്സ്പെർട്ടൈസും ബിസിനസ്സും വന്നതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അതായത് മാസം 1000 പട്ടം സെറ്റെങ്കിലും വിൽക്കുന്നുവെന്ന് ഉറപ്പാക്കിയ ശേഷം.
അപ്പോൾ ഇത് ചെയ്യാൻ എൻ്റെ നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളതിനുള്ള ആത്മവിശ്വാസം ആർജിച്ചിരിക്കും. വിപണിയിൽ മത്സരമില്ലെന്ന് തന്നെ പറയാം. കാരണം 400 രൂപയ്ക്ക് ആമസോണിൽ ലഭിക്കുന്ന അരസെറ്റ് പട്ടങ്ങൾ പേപ്പറാണ്. അതേ വിലയ്ക്ക് പ്രിൻറ്റഡ് പോളിസ്റ്റർ പട്ടങ്ങൾ കൊടുക്കുന്ന കേരള ബ്രാൻഡ് പെട്ടെന്ന് പേരെടുക്കും. ഇനി കൂടുതൽ സെയിൽസ് ഔട്ട്ലെറ്റുകൾ കണ്ടെത്തി ബിസിനസ് വിപുലീകരിക്കുകയാണ് വേണ്ടത്. അടുത്തത് സ്കെയിലിങ്ങിനെ കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ ഓർഡറുകൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സമീപ പട്ടണങ്ങളിലേക്കും ജില്ലകളിലേക്കും പട്ടങ്ങൾ എത്തിക്കുക. കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഉണ്ടാക്കുകയോ മറ്റ് സ്റ്റേഷനറി വിതരണക്കാർക്ക് നൽകുകയോ ചെയ്യാം. അടുത്തതായി ഇ-കൊമേഴ്സ് അഗ്രിഗേറ്റർമാരെ ആശ്രയിക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെ കിട്ടാവുന്ന എന്തും. വലിയ ടോയ്സ് അഗ്രിഗേറ്റർമാരുമായി കരാറായാൽ പിന്നെ നിങ്ങൾ ആരാ? ദി കൈറ്റ് കിങ് ഓഫ് കേരള. അടിപൊളി. ഗുജറാത്തി പട്ടങ്ങളെയും ചൈനീസ് പട്ടങ്ങളെയും നമുക്ക് അതിർത്തി കടത്തണം. സ്കെയിലിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രൊഡക്ഷൻ 20% നിരക്കിൽ വർദ്ധിപ്പിക്കണം. ഓരോ 2 മാസം കൂടുമ്പോഴും 20% പ്രൊഡക്ഷൻ വർധന. കൂടുതൽ പ്രൊഡക്ഷൻ പോയിന്റുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സിംഗ് ചെയ്യൽ, അങ്ങനെ എന്തെല്ലാം പോസിബിലിറ്റികൾ. നിങ്ങളൊക്കെ എവിടെയാണ്? പണമുണ്ടായിക്കൂടെ? ഈ വീഡിയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെളിച്ചമെത്തിക്കുമെങ്കിൽ അത് മതി. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് പരീക്ഷിക്കാവുന്ന ബിസിനസ്സാണ് കൈറ്റ് മേക്കിംഗ്. നഷ്ടം വന്നാലും ഇത്രയേ പോകൂ. കുറച്ച് തുണിയും പ്ലാസ്റ്റിക്കും. വിജയിച്ചാലോ? നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഇത് വേണ്ടുന്നൊരു സുഹൃത്തുണ്ടാകില്ലേ, അയാൾക്ക് ഷെയർ ചെയ്യുക. ഈ ഉദ്യമത്തിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ അപേക്ഷ. ഞാൻ ബിനീഷ് അരവിന്ദൻ. കേരളത്തിലെ വരുംകാല എൻ്റർപ്രണർമാർക്കെല്ലാം നന്ദി.